ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന ഫയർമാൻ ഡ്രൈവർ എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 40, 20, 20, 30, 60 എക്സ് ഇവ ഒരു ശ്രേണിയിലെ പദങ്ങളാണെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്രയാണ്? സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കുക, എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സീരീസ് ഇതാണ്: 40, 20, 20, 30, 60 എക്സ്. അപ്പോൾ ഇവിടെ ആദ്യം 40 കഴിഞ്ഞ് 20 വന്നു, അതായത് 40/2 20. ഇനി 20 കഴിഞ്ഞ് 20 തന്നെയാണ് വന്നത്, അതായത് 20 × 1 20. ഇനി 20 കഴിഞ്ഞ് 30 വന്നിട്ടുള്ളത്, അതായത് 20 × 1.5 ആണ് 30. അത് കഴിഞ്ഞ് 30 കഴിഞ്ഞ് വന്നിട്ടുള്ളത് 60 ആണ്. 30 × 2 ആണ് 60. അപ്പോൾ ഇവിടെ ആദ്യം 40/2 അല്ലേ, ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ 1/2 അല്ലേ. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ 40 × 0.5 ആണ് 20. അപ്പോൾ ഇവിടെ എന്താണ്, ആദ്യം 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 1/2, 1, 1.5, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലോ 2.5 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ 60 × 2.5, 60 × 2.5 150 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 150 ആണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം: ഹെഡ് എന്ന വാക്കിനെ JHEI എന്ന് എഴുതിയാൽ നോസ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? സൊല്യൂഷൻ. ഇവിടെ തന്നിരിക്കുന്നതിൽ ഹെഡിൻ്റെ കോഡാണ് JHEI. ഇതുപോലെ നോസിൻ്റെ കോഡ് ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഹെഡ് എങ്ങനെയാണ് JHEI ആയതെന്ന് നോക്കാം. HJ ആയിട്ട് മാറി, HIJ, H+2 ആണ് J. H ആയിട്ട് മാറി, FGH, E+3 ആണ് H. AE ആയിട്ട് മാറി, ABCDE, A+4 ആണ് E. DI ആയിട്ട് മാറി, DEFGHI, D+5 ആണ് I. അപ്പോൾ ഇവിടെ ആദ്യം Hനോട് കൂടി 2 കൂട്ടി, Eയോട് 3 കൂട്ടി, Aയോട് 4 കൂട്ടി, Dയോട് 5 കൂട്ടി. അതുപോലെ നോസും ചെയ്യാം. നോസിൽ ആദ്യം Nനോട് 2 കൂട്ടാം, Oയോട് 3 കൂട്ടാം, Sനോട് 4 കൂട്ടാം, Eയോട് 5 കൂട്ടാം. അപ്പോൾ ഇവിടെ N+2, NOP, P വരും, O+3, OPQR, O+3 R, S+4 S, TUVW, S+4 W, E+5 E, FGHIJ, E+5 J. അപ്പം നോസിൻ്റെ കോഡ് PRWJ ആണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം: ഒരു ക്ലോക്കിലെ സമയം 9:15 ആണെങ്കിൽ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര? സൊല്യൂഷൻ. തന്നിരിക്കുന്ന സമയം 11നേക്കാൾ ചെറുതാണെങ്കിൽ പ്രതിബിംബത്തിലെ സമയം കാണാൻ 11:60 നിന്ന് കുറയ്ക്കണം. തന്നിരിക്കുന്ന സമയം 11നേക്കാൾ വലുതാണെങ്കിൽ പ്രതിബിംബത്തിലെ സമയം കാണാൻ
23:60 നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സമയം 9:15 അപ്പോൾ അത് 11-നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് പ്രതിബിംബത്തിലെ സമയം കാണാനായിട്ട് 11:60 നിന്ന് 9:15 കുറയ്ക്കണം. അപ്പോൾ 2:45 എന്ന് കിട്ടും. പ്രതിബിംബത്തിലെ സമയം 2:45 ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 2007 ജാനുവരി 1 തിങ്കളാഴ്ചയായാൽ 2017 ജാനുവരി 1 ഏത് ദിവസമായിരിക്കും? സൊല്യൂഷൻ: 2007 ജാനുവരി 1 തിങ്കളായാൽ 2017 ജാനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതും ജാനുവരി 1 കണ്ടുപിടിക്കേണ്ടത് ജാനുവരി 1. അപ്പോൾ സെയിം ഡേ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ സെയിം ഡേ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ചെയ്യേണ്ടത്, ആദ്യം ഈ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഇവിടെ 2007 മുതൽ 2017 വരെ 2017 മൈനസ് 2007 വർഷങ്ങളുടെ ഡിഫറൻസ് 10 വർഷം, 10 കിട്ടും. ഇനി ഈ 2007 മുതൽ 2017 വരെ എത്ര അതിവർഷങ്ങളുണ്ടെന്ന് നോക്കുക. ഇതിനിടയിലുള്ള അതിവർഷങ്ങളാണ് 2008, 2012, 2016. 2007-നും 2017-നും ഇടയിൽ 3 അതിവർഷങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ അതിവർഷങ്ങളുടെ എണ്ണം ഈ തന്നിരിക്കുന്ന ഡിഫറൻസിനോട് കൂടി കൂട്ടുക. 10 + 3 13 എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടുന്ന ഈ സംഖ്യ ഇത് 7-ൽ കുറവാണെങ്കിൽ അത് ഈ തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടുക. ഇനി 7-ഓ 7-ൽ കൂടുതലോ ആണെങ്കിൽ അതിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം വേണം ഈ തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടാനായിട്ട്. അപ്പം കണ്ടുപിടിക്കേണ്ട ദിവസം കിട്ടും. അപ്പം ഇവിടെ ഈ ഡിഫറൻസും അതിവർഷങ്ങളുടെ എണ്ണവും കൂടെ കൂട്ടിയപ്പോൾ കിട്ടിയത് 13. അപ്പോൾ ഇത് 7-ൽ കൂടുതലാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഈ 13-നെ 7 കൊണ്ട് ഹരിക്കുക. 13-നെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 6. അപ്പോൾ ഈ 6 ഇനി തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടാം. അതായിരിക്കും കണ്ടുപിടിക്കേണ്ട ദിവസം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കൾ + 6, തിങ്കൾ + 6 ഞായറ. അപ്പം ഞായറാഴ്ചയാണ് 2017 ജാനുവരി 1. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം, ഒരു തെരഞ്ഞെടുപ്പിൽ ആകെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതിൽ ഒരാൾക്ക് 48% വോട്ട് ലഭിച്ചെങ്കിലും 256 വോട്ടിന് അയാൾ പരാജയപ്പെട്ടു എങ്കിൽ ആകെ വോട്ടർമാരുടെ എണ്ണം എത്ര? സൊല്യൂഷൻ: ആകെ വോട്ടർമാരുടെ എണ്ണം അതിനെ എക്സ് ആയിട്ട് എടുക്കാം. ടോട്ടൽ എക്സ്. 2 പേരാണ് മത്സരിച്ചത്. അതിൽ ഒരാൾക്ക് 48% വോട്ട് ലഭിച്ചെങ്കിലും 256 വോട്ടിന് അയാൾ പരാജയപ്പെട്ടു. അപ്പം പരാജയപ്പെട്ട ആളുടെ, ഫെയിൽഡായ ആളുടെ വോട്ടെന്ന് പറയുന്നത് ആകെ ഉള്ളതിൻ്റെ 48%. അപ്പോൾ എക്സിൻ്റെ 48%. അപ്പോൾ വിജയിച്ച ആൾക്ക് ലഭിച്ച വോട്ട് ഈസ് ഈക്വൽ ടു, ശതമാനത്തിൻ്റെ ടോട്ടലായിട്ട് കണക്കാക്കുന്നത് 100-നെയാണ്. അപ്പോൾ എക്സിൻ്റെ 100 മൈനസ് 48% ആയിരിക്കും. അതായത് എക്സിൻ്റെ 100 മൈനസ് 48 52. എക്സിൻ്റെ 52% ജയിച്ച ആൾക്ക് ലഭിച്ച വോട്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ 48% വോട്ട് ലഭിച്ച ആൾ 256 വോട്ടിന് പരാജയപ്പെട്ടു. അതായത് ഈ ജയിച്ച ആളും തോറ്റ ആളും തമ്മിലുള്ള വോട്ടുകളുടെ വ്യത്യാസമാണ് 256. അപ്പോൾ ഇവിടെ എക്സിൻ്റെ 52% എക്സിൻ്റെ 48% തമ്മിലുള്ള വ്യത്യാസം, അതാണ് 256. അപ്പോൾ ഇവിടെ 52 മൈനസ് 48 4. എക്സിൻ്റെ 4%.
എക്സിൻ്റെ 4% 256. അതായത് എക്സ് ഇൻറ്റു 100ൽ 4 ആണ് 256. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു, ആകെ വോട്ടർമാരുടെ എണ്ണം എക്സ് ഈസ് ഈക്വൽ ടു 256 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 4. 4 6 24 4 4 16. 6400. ആകെ വോട്ടർമാരുടെ എണ്ണം 6400 ആണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത തുകയുടെ 2 വർഷത്തെ കൂട്ടുപലിശ 315 രൂപയും അതേ തുകയുടെ സാധാരണ പലിശ 300 രൂപയും ആണെങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? സൊല്യൂഷൻ. ഇത് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട്. കൂട്ടുപലിശയും സാധാരണ പലിശയും തന്നിട്ട് 2 വർഷത്തെ വാർഷിക പലിശ നിരക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് വാർഷിക പലിശ നിരക്ക്. റേറ്റ് ആർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു CI മൈനസ് SI ഡിവൈഡഡ് ബൈ SI ഇൻറ്റു 100. CI കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, SI സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ CI കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ 315, സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ SI 300. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേറ്റ് ആർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 315 മൈനസ് 300 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 300 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 315 മൈനസ് 300 15 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 300 ഈക്വൽ ടു 10%. 10% നിരക്ക്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 7:20 ആണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? സൊല്യൂഷൻ. കോണളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 30h മൈനസ് 11/2 m. H അവർ, മണിക്കൂർ, M മിനിറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സമയം 7:20 ആണ്. അപ്പോൾ ഇവിടെ H മണിക്കൂർ 7, മിനിറ്റ് M 20. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 30 ഇൻറ്റു 7 മൈനസ് 11/2 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 7 210 മൈനസ് 110 ഈസ് ഈക്വൽ ടു 100 ഡിഗ്രിയാണ് കോണളവ്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശരാശരി ഭാരം 40 കിലോഗ്രാം ആണ്. ആൺകുട്ടികളുടെ ശരാശരി ഭാരം 42 കിലോഗ്രാമും പെൺകുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാമും ആണ്. ആ ക്ലാസ്സിൽ 25 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? സൊല്യൂഷൻ. പെൺകുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അലിഗേഷൻ റൂൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അലിഗേഷൻ റൂൾ ഇങ്ങനെയാണ്. ഇവിടെ നടുക്ക് M വരും, അതായത് മീൻ. മീൻ എന്ന് വെച്ചാൽ ആവറേജ്. ഇവിടെ ചീപ്പർ ക്വാണ്ടിറ്റീനെ C വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ ഡിയറർ ക്വാണ്ടിറ്റീനെ D വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ചീപ്പർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ തന്നിരിക്കുന്നതിൽ ചീപ്പറായിട്ടുള്ള ക്വാണ്ടിറ്റി, അതായത് ചെറിയ അളവ്. D എന്ന് വെച്ചാൽ ഡിയറർ ക്വാണ്ടിറ്റി, അതായത് തന്നിരിക്കുന്നതിൽ വലിയ അളവ്. ഇവിടെ വരുന്നത് D മൈനസ് M ആണ്. ഇവിടെ വരുന്നത് M മൈനസ് C ആണ്. D മൈനസ് M, ഇവിടെ റേഷ്യോ, ഇതിൻ്റെ റേഷ്യോ ആണ് വരുന്നത്. D മൈനസ് M ഈസ് ടു M മൈനസ് C. ഓക്കെ, അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്യാം. ഈ വെയിറ്റ് വെച്ചിട്ട് ഇവിടെ വെയിറ്റിൻ്റെ ആവറേജ്, അതാണ് മീൻ, 40 വരും. ഇവിടെ വരേണ്ടത് ചീപ്പർ ക്വാണ്ടിറ്റിയാണ്, അതായത് ഈ തന്നിരിക്കുന്നതിൽ ചീപ്പറായിട്ടുള്ള വെയിറ്റ്.
അതായത് തന്നിരിക്കുന്നതിൽ ചെറിയ വെയിറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ചെറിയ അളവെന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ശരാശരി ഭാരമാണ് 35 ഇവിടെ വരും. ഇവിടെ ആണെങ്കിൽ ഡിയറർ ക്വാണ്ടിറ്റി, അതായത് തന്നിരിക്കുന്നതിലെ വലിയ അളവ്, അതിവിടെ ആൺകുട്ടികളുടെ ശരാശരി ഭാരമാണ് 42. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ജിയും ഇത് ബിയും ആണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് ഡി മൈനസ് എം, അതായത് 42 മൈനസ് 40 2 വരും. ഇവിടെയാണെങ്കിൽ എം മൈനസ് സി 40 മൈനസ് 35 5 വരും. അപ്പോൾ ഇത് ഗേൾ ഈസ് ടു ബോയ്, ഗേളിൻ്റെയും ബോയുടെയും റേഷ്യോ ആണ് 2:5. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ 2:5 ആണെങ്കിൽ ഗേൾസിനെ 2x എന്നെടുക്കാം, ബോയ്സിനെ 5x എന്നെടുക്കാം. ബോയ്സിൻ്റെ എണ്ണം തന്നിട്ടുണ്ട് 25 ആൺകുട്ടികളാണുള്ളത്. അപ്പം ബോയ്സ് 5x 25 ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 25/5 5 എക്സ്. ഗേൾസ് എന്ന് വെച്ചാൽ 2x ആണ്. 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 5, 2 ഇൻറ്റു 5 10 പെൺകുട്ടികളുടെ എണ്ണം 10. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം: ഒരാൾ എക്സിൽ നിന്ന് വൈയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. തിരികെ മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് അയാൾ എക്സിലെത്തി. ആകെ 10 മണിക്കൂർ സമയം യാത്രക്കെടുത്തെങ്കിൽ എക്സിൽ നിന്നും വൈയിലേക്കുള്ള ദൂരം എത്ര? സൊല്യൂഷൻ: 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സ്പീഡും ടോട്ടൽ ടൈമും തന്നിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡിസ്റ്റൻസ് D = T ഇൻറ്റു S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2. T ടോട്ടൽ ടൈം, S1 S2 സ്പീഡുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ ടൈം T 10 മണിക്കൂർ, S1 30 km/h, S2 20 km/h. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോട്ടൽ ഡിസ്റ്റൻസ് D = ടോട്ടൽ ടൈം 10 ഇൻറ്റു S1 S2 30 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 20 50 = 120. 120 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. ആൻസർ ഓപ്ഷൻ എ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടത് ടോട്ടൽ ടൈമും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സ്പീഡും തന്നാലാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ: രമേശും അനന്തവും കൂടി ഒരുമിച്ചൊരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അതേ ജോലി രമേശ് 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ അനന്തുവിന് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? സൊല്യൂഷൻ: എ ഒരു ജോലി x ദിവസം കൊണ്ടും അതേ ജോലി എയും ബിയും ചേർന്ന് y ദിവസം കൊണ്ടും ചെയ്തു തീർക്കുകയാണെങ്കിൽ ബി ആ ജോലി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ എടുക്കുന്ന ദിവസം = xy/x - y ആയിരിക്കും. അപ്പോൾ ഇവിടെ x = 9, y = 6. അപ്പോൾ അനന്തുവിന് ആ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട ദിവസം xy/x - y, അതായത് 9 × 6 ഡിവൈഡഡ് ബൈ 9 - 6. 9 6 54 ബൈ 9 - 6 3, 54/3 18 ദിവസം. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.